സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കുവാണ് കേട്ടോ. അവർ വീട്ടിൽ തന്നെ റൂമിലിടുന്ന് കള്ളു കുടിച്ച് ഗൗതമിന് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ സന്തോഷം ആഘോഷിക്കുവാണ്. ഇതിനിടയിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ പുറത്തേക്ക് നടക്കുമായിരിക്കും ഗൗതം. അന്നേരം ഒരിക്കട്ടോ പരമേശ്വരൻ മുറ്റത്ത് തനിയെ നിൽക്കുന്നത് കാണുന്നത്. അന്നേരം ഗൗതമാണെങ്കിൽ ഇപ്പം തന്നെ ഇയാളുടെ കഥ അങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞ് പമ്മി ബാക്കിലൂടെ ചെന്ന് തൻ്റെ കയ്യിലുള്ള തുണി കൊണ്ട് പരമേശ്വരൻ്റെ കഴുത്തി പിടിച്ച് ഞെരിക്കുവാണ് കേട്ടോ. ഈ സമയം ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി കുരയുവാണ് പരമേശ്വരൻ. ഇതേ സമയം ചന്ദ്രശേഖരൻ അതുവഴി വരുമ്പോൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അങ്ങോട്ട് ചെന്ന് ഗൗതമിനെ തടയാനും പറ്റുന്നില്ല. അങ്ങനെ അങ്ങോട്ട് താൻ ചെല്ലുവാണെങ്കിൽ ഗൗതമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് ഏട്ടൻ തിരിച്ചറിയുമല്ലോ. അത് കാരണം അതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ മറഞ്ഞു നിൽക്കുവാട്ടോ ചന്ദ്രശേഖരൻ അവിടെ. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വരുണും പ്രിയങ്കയും കൂടി യാത്ര പോകാനായിട്ട് എല്ലാം റെഡിയായി താഴത്തേക്ക് വരുമായിരിക്കും. ഈ സമയം ദേവനും മുത്തശ്ശിയും യശോദയൊക്കെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ, അവരെ യാത്രയാക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവരെല്ലാവരും അകത്ത് സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയത്ത് ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് പോയ ബിജുവാണ് അവിടെ പുറത്ത് കിടക്കുന്ന പരമേശ്വരൻ്റെ ആ ബോഡി കാണുന്നത്. അങ്ങനെ പരമേശ്വരൻ അവിടെ നിലത്ത് കിടക്കുന്നത് കാണുന്നതും ബിജു അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് പരമേശ്വരനെ വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ബിജു ആണെങ്കിൽ ടെൻഷനിൽ വരുണിനെയും വീട്ടുകാരെല്ലാവരെയും വിളിച്ചു വരുത്തുവാണ്. അങ്ങനെ ഒച്ചയും ബഹളവും കേട്ട് വരുണും ചന്ദ്രശേഖരനും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അവരെല്ലാവരും പരമേശ്വരൻ്റെ ആ കാഴ്ച കൊണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണും പത്മിനി എല്ലാവരും ചെന്ന് കരഞ്ഞുകൊണ്ട് പരമേശ്വരനെ വിളിക്കുവാണ്. ഈ സമയം ചന്ദ്രശേഖരനാണെങ്കിൽ ടെൻഷനോട് കൂടി അവിടെ നിൽക്കുവാണ് കേട്ടോ. ഇനി പരമേശ്വരൻ മരണപ്പെട്ടോ? പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിലേക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന രാധികനെയാണ്. ഈ സമയം പലിശക്കാരൻ കുഞ്ഞുമോൻ രാധികയെ തടയുവാണ് കേട്ടോ. അങ്ങനെ അയാളും അയാളുടെ ഗുണ്ടകളും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് രാധികയെ ഭീഷണിപ്പെടുത്തുവാണ്. എന്നിട്ട് ആ കുഞ്ഞുമോൻ രാധികയോട് പറയണേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഴുവൻ പണവും എനിക്ക് തിരികെ തരണം, ഇല്ലെങ്കിൽ ഞാനൊരു വരവ് അങ്ങോട്ടേക്ക് വരും. അങ്ങനെ അയാളുടെ വാക്കുകളൊക്കെ കേട്ട് രാധിക സങ്കടത്തോടെ മ്യൂസിക് സ്കൂളിലേക്ക് എത്തുവാണ്. അവിടെ എത്തുന്നതും അശ്വതി രാധികയുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വതി കാര്യം തിരക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്